പത്തനംതിട്ടയിൽ ABVP പ്രവർത്തകർ പ്രതിഷേധിക്കുകയാണ്. അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായൊരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ ABVP പ്രവർത്തകരാണിപ്പോൾ പ്രതിഷേധിക്കുന്നത്. പത്തനംതിട്ടയിൽ CK അഭിലാൽ ചെയ്യുന്നുണ്ട്. അഭിലാൽ, ഇപ്പോൾ അന്വേഷണം നടക്കുന്നു. 3 സഹപാഠികൾ അറസ്റ്റിൽ ആയി റിമാൻഡിലുമാണ്. ഇപ്പോൾ ABVP എന്താണ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരുന്നത്? നഴ്സിംഗ് വിദ്യാർത്ഥിനി കെട്ടിടത്തിന് മുകളിൽ നിന്നും ചാടി പരിക്കേറ്റ് ആദ്യഘട്ടത്തിൽ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. അവിടെ 1 മണിക്കൂർ 30 മിനിറ്റ് സമയമാണ് അവരവിടെ ചെലവഴിക്കേണ്ടി വന്നത്. പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റഫർ ചെയ്ത് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. ഈ 1.5 മണിക്കൂർ സമയം എന്നുള്ളത് 3 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ ഒരു വിദ്യാർത്ഥിനിയുടെ സ്വാഭാവികമായും ആന്തരിക രക്തസ്രാവത്തിനടക്കം കാരണമാകും എന്ന് കണ്ടുകൊണ്ട് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നതിൽ ജനറൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്നും ഗുരുതര വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ടാണ് ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് ABVP പ്രവർത്തകർ മാർച്ച് നടത്തുന്നത്. ഈ വിഷയത്തിൽ ആദ്യമായി പ്രതിഷേധം പരസ്യമാക്കിക്കൊണ്ട് രംഗത്ത് വന്ന വിദ്യാർത്ഥി സംഘടന കൂടിയാണ് ABVP. കഴിഞ്ഞ തിങ്കളാഴ്ച അവർ ചെയ്ത സമരത്തിന് പിന്നാലെ SFIയും KSUയും ഒക്കെ തന്നെ സമരരംഗത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ കളക്ടറേറ്റിന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ഇപ്പോൾ മന്ത്രി വീണ ജോർജിന്റെ ഓഫീസിന് സമീപത്ത് പോലീസ് ബാരിക്കേഡ് തീർത്തുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകർ ആദ്യഘട്ടത്തിൽ ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമം നടത്തിയെങ്കിൽ പക്ഷേ അത് വിജയിച്ചില്ല. ഇപ്പോൾ സമാധാനപരമായ രീതിയിൽ സമരം മുന്നോട്ട് നീങ്ങുകയാണ്. നാളെ ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിനും ABVP ആഹ്വാനം നൽകിയിട്ടുണ്ട്. അതിനാൽ സഹപാഠികളൊക്കെയാണോ ഇപ്പോൾ പ്രതിഷേധത്തിനൊപ്പം ചേരുന്നത്? പോലീസ് കൂടുതലായി ഉണ്ടോ? ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്നാണ് ABVP പ്രവർത്തകർ എത്തിയിട്ടുള്ളത്. അമ്മുവിൻ്റെ സഹപാഠികളായി ആരെങ്കിലും ഈ കൂട്ടത്തിൽ ഉണ്ടോ എന്നുള്ളതിൽ വ്യക്തത കുറവുണ്ട്. കാരണം വിദ്യാർത്ഥിനികൾ ആണ് ഏറ്റവും കൂടുതലായി നഴ്സിംഗ് സ്ഥാപനത്തിൽ പഠിക്കുന്നത്. ഇവിടെ ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുള്ളത് 3 വിദ്യാർത്ഥിനികൾ മാത്രമാണ്. അവർ ഒരുപക്ഷെ ജില്ലയുടെ മറ്റേതെങ്കിലും മേഖലയിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിയുടെ പത്തനംതിട്ട ഓഫീസിലേക്കും അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച ജില്ലയിൽ വിദ്യാഭ്യാസ ബന്ദിനും ABVP ആഹ്വാനം ചെയ്തപ്പോൾ തന്നെ ഒരുപക്ഷെ അക്രമത്തിനുള്ള സാധ്യത കൂടി ഉണ്ടാകുമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു. അതിനാൽ തന്നെ വലിയ പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മുമ്പ് തന്നെ കരിമ്പനാക്കുഴിയിലേക്കുള്ള ഈ റോഡ് ബ്ലോക്ക് ചെയ്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. ഇതുവഴിയുള്ള ഗതാഗതം വഴിതിരിച്ചു വിട്ടിരിക്കുകയാണ്. 10 മിനിറ്റ് സമയം മുൻപാണ് ആരോഗ്യവകുപ്പിന് അമ്മുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് കടുത്ത വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നാരോപിച്ചുകൊണ്ടാണ് വീണ ജോർജിന്റെ ഓഫീസിലേക്ക് ഇപ്പോൾ ABVPയുടെ മാർച്ച് പത്തനംതിട്ടയിൽ പുരോഗമിക്കുന്നത്.